വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 ഹ്യൂമാനിറ്റീസ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഫസ്റ്റ് ടെക്സ്റ്റിലെ 7th ചാപ്റ്ററായ ഫെഡറലിസം ആണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയ ആളുകളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ടേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഡൗട്ട്സ് മാത്രമല്ല സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഫെഡറലിസം എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഫെഡറലിസം എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് എന്നിങ്ങനെ രണ്ട് ഗവൺമെൻറ്റിന് നമ്മൾ പവർ വീതിച്ച് കൊടുക്കുന്ന, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്നത്. നമ്മുടെ ഗവൺമെൻറ്റിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് യൂണിറ്ററി ആൻഡ് രണ്ടാമത്തത് ഫെഡറൽ. അപ്പോൾ യൂണിറ്ററി ഗവൺമെൻറ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹോൾ സ്റ്റേറ്റിനെ, അതായത് ഹോൾ കൺട്രിയെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഗവേൺ ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ യൂണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയാനായിട്ട് ബ്രിട്ടൻ യൂണിറ്ററി ഗവൺമെൻറ്റിൻ്റെ എക്സാമ്പിളാണ്, യൂണിറ്ററി സിസ്റ്റത്തിന് എക്സാമ്പിളാണ് ബ്രിട്ടൻ. അതേസമയം ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ പവർ, നമ്മുടെ ഹോൾ സ്റ്റേറ്റിൻ്റെ പവർ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കൂടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വേൾഡിൽ മൊത്തമായിട്ട് പവർ ഡിവൈഡ് ചെയ്യുന്ന രണ്ട് ടൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളും അതിൻ്റെ ഡെഫിനിഷനും നോക്കി വെച്ചേക്കുക, തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യ ഫെഡറേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ത്യൻ ഫെഡറേഷനെ നമ്മൾ ക്വാസി ഫെഡറേഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യ ഫെഡറൽ സിസ്റ്റം ആണെന്ന് പറയുന്നെങ്കിലും യൂണിറ്ററി സിസ്റ്റത്തിൻ്റെ പല ഫീച്ചേഴ്സും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഇന്ത്യൻ ഫെഡറേഷനെ നമ്മൾ ക്വാസി ഫെഡറേഷൻ എന്ന് പറയുന്നത്. We have both features of federal and unitary system, so we are regarded as quasi-federal state. ഇന്ത്യനെ ക്വാസി ഫെഡറൽ സ്റ്റേറ്റ് എന്ന് ഡിസ്ക്രൈബ് ചെയ്തത് പ്രൊഫസർ KC വെയർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സും ഉണ്ട്, യൂണിറ്ററി സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അത് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അത് നോക്കി വെച്ചേക്ക്, എക്സാംസിനൊക്കെ 8 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടെ പവർ ഡിവൈഡ് ചെയ്തെടുക്കുന്നതിനെയാണ് ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഫെഡറൽ ഫീച്ചേഴ്സിൽ ആദ്യം വരുന്ന ഫീച്ചറും അത് തന്നെയാണ്. 2 ടൈപ്പ് ഓഫ് ഗവൺമെൻറ് ഉണ്ട്. ഒന്ന് സെൻട്രൽ ഗവൺമെൻറ്റും വേറൊന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റും. രണ്ടാമത്തെന്ന് പറയുന്നത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടന എഴുതപ്പെട്ട രൂപത്തിലാണുള്ളത്. അപ്പം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പല ടൈപ്പ് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പഠിച്ചിരുന്നു. അതിലൊന്നായിരുന്നു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഈ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതൊരു 1 വേർഡാണ്, 1 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആണ്, നമ്മുടെ ജുഡീഷ്യറി ആരും കയറി ഇൻ്റർഫിയർ ചെയ്യില്ല. അതാണ് മൂന്നാമത്തെ പോയിന്റ്. അതായത് ജുഡീഷ്യറി ഈസ് ഫ്രീ ഫ്രം ദ ഇൻ്റർഫിയറൻസ് ഓഫ് അതർ. അടുത്തതെന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് പവേഴ്സ്. ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും പവേഴ്സ് നമ്മൾ 3 ലിസ്റ്റിലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3 ലിസ്റ്റ് ഉണ്ട്. അതിൽ ആദ്യത്തെ ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന സബ്ജക്ട്സ്, ഇതിനകത്ത് കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്. ആ സബ്ജക്ട്സിൻ്റെ മുകളിൽ നിയമങ്ങൾ ഉണ്ടാക്കാൻ യൂണിയൻ ഗവൺമെൻറ്റിന്, അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതായത് 97 സബ്ജക്ട്സ് ആണ് ഈ യൂണിയൻ ലിസ്റ്റിലുള്ളത്. 97 സബ്ജക്ട്സിൻ്റെ ബേസ് ചെയ്തും നിയമങ്ങൾ ഉണ്ടാക്കുന്നത് യൂണിയൻ ഗവൺമെൻറ് ആണ്. അതാണ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും ഈ ഇതിനകത്ത് ഉൾപ്പെടുന്ന സബ്ജക്ട്സിനെ ബേസ് ചെയ്ത് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് 61 സബ്ജക്ട്സ് ആണുള്ളത്. അതിൽ അഗ്രികൾച്ചർ, പോലീസ്, പ്രിസൺ, ലാൻഡ്, ലിക്വർ ഈ മേഖലകളിലൊക്കെ ഉൾപ്പെടുന്ന നിയമങ്ങൾ നിർമ്മിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. അതാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. അടുത്തതെന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റാണ്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിയൻ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും എന്ത് ചെയ്യാം, ഇതിനകത്ത് ഈ സബ്ജക്ട്സിനെ ബേസ് ചെയ്ത് നിയമങ്ങൾ ഉണ്ടാക്കാം. ഇതിൽ 52 സബ്ജക്ട്സ് ആണ് ഉള്ളത്. അതിനകത്ത് ഉൾപ്പെടുന്നതെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, ട്രേഡ് യൂണിയൻ, അഡൾട്ടറേഷൻ, അഡോപ്ഷൻ ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ഒക്കെയാണ് നമ്മളുടെ കൺകറൻറ്റ് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുന്നത്.
അപ്പോൾ ഈ 3 ലിസ്റ്റ് നോക്കി വെച്ചേക്കുക. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാംസിനൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനുമാണ്. ഇതിനകത്ത് ഏതെങ്കിലും 2-3 സബ്ജക്ട്സ് ഒക്കെ പഠിച്ചു വെച്ചേക്കണം. ഇതെല്ലാം കൂടെ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അപ്പോൾ നല്ലപോലെ തന്നെ നോക്കി പഠിക്കാം. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് റെസിഡ്വറി പവേഴ്സാണ്. അപ്പോൾ റെസിഡ്വറി പവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ 3 ലിസ്റ്റിൽ മെൻഷൻ ചെയ്യാത്ത ഏതെങ്കിലും മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ റെസിഡ്വറി പവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ലിസ്റ്റിലാണ്. അപ്പോൾ ഈ ലിസ്റ്റിൽ നിന്നും യൂണിയൻ ലെജിസ്ലേച്ചറിന് മാത്രമേ നിയമങ്ങൾ നിർമ്മിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ റെസിഡ്വറി പവേഴ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സൈബർ നിയമങ്ങൾ. നമ്മുടെ സൈബർ ലോസ് ഒക്കെയാണ് നമ്മുടെ റെസിഡ്വറി പവേഴ്സിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈബർ നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്നത് നമ്മുടെ യൂണിയൻ ഗവൺമെൻറ് ആണ്. ഇതിനെയാണ് നമ്മൾ റെസിഡ്വറി പവർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്ററി ഫീച്ചേഴ്സ് ആണ്. യൂണിറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് പരമാധികാരം കൊടുക്കുന്ന സിസ്റ്റമാണ് യൂണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്ററി ഫീച്ചേഴ്സിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെ പറ്റിയാണ് നമ്മൾ യൂണിറ്ററി ഫീച്ചേഴ്സിൽ പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിൻ്റാണ് ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി. അതായത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ, നമ്മുടെ ഇന്ത്യയിൽ പുതിയൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റുകളുടെ പേര് മാറ്റാനോ അതിനെ റീനെയിം ചെയ്യാനോ ഒക്കെ ഉള്ള അധികാരം, പവർ പാർലമെൻറ്റിൻ്റെ കയ്യിലാണുള്ളത്. അതായത് സ്റ്റേറ്റ് വിചാരിച്ചാൽ അത് മാറ്റാൻ പറ്റത്തില്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എമർജൻസി പവറാണ്. അതായത് നാഷണൽ എമർജൻസിയും സ്റ്റേറ്റ് എമർജൻസിയും പ്രഖ്യാപിക്കാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിനാണുള്ളത്. കൂടാതെ ഈ എമർജൻസി സമയത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനെ കാട്ടി കൂടുതൽ പവർ, അതായത് കൂടുതൽ അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എമർജൻസി പവർ എന്ന് പറയുന്നത്. ഇനി ഫിനാൻഷ്യൽ പവറാണ്. ഫിനാൻഷ്യൽ പവർ എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരുപാട് ഫിനാൻഷ്യൽ സോഴ്സസ് ഉണ്ട്, ഒരുപാട് പൈസ കിട്ടുന്ന സോഴ്സസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉള്ളത്. അപ്പോൾ അതാണ് ഫിനാൻഷ്യൽ പവർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് റോൾ ഓഫ് ഗവർണറാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ സ്റ്റേറ്റിലും ഓരോ ഗവർണേഴ്സ് ഉണ്ട്. അപ്പോൾ അവരിരിക്കുന്ന അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഡിസ്മിസിൽ ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള പവർ ഈ ഗവർണർക്കുണ്ട്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് ശരിയല്ല, അവരുടെ ഭരണം ശരിയല്ല എന്നുണ്ടെങ്കിൽ അവരെ ഡിസ്മിസ് ചെയ്യാനായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൽ റെക്കമെൻഡ് ചെയ്യാനുള്ള പവർ ഗവർണർക്കുണ്ട്. അതാണ് റോൾ ഓഫ് ഗവർണർ എന്ന് പറയുന്നത്. ഈ ഗവർണേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ രാജ്യസഭയുടെ പവറാണ്. അപ്പോൾ രാജ്യസഭ ഹാസ് ദ പവർ ടു ഷിഫ്റ്റ് സബ്ജക്ട് ഫ്രം സ്റ്റേറ്റ് ലിസ്റ്റ് ടു യൂണിയൻ ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് 3 ലിസ്റ്റുകളുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 3 ലിസ്റ്റിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും ഒരു സബ്ജക്റ്റ് മാറ്റി യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറൻറ്റ് ലിസ്റ്റിലേക്കോ മാറ്റാനുള്ള അധികാരം രാജ്യസഭയ്ക്കുണ്ട്. ഇതാണ് അടുത്ത പോയിന്റ്. അടുത്ത 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ കൺകറൻറ്റ് ലിസ്റ്റിനെ ചൊല്ലി സ്റ്റേറ്റ് ഗവൺമെൻറ്റിലോ സെൻട്രൽ ഗവൺമെൻറ്റിലോ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ സെൻട്രൽ ലോ ആയിരിക്കും അവിടെ മുന്നിട്ട് നിൽക്കുന്നത്. അതായത് അതിനൊരു തീർപ്പ് കൽപ്പിക്കുന്നത് സെൻട്രൽ ലോ ആയിരിക്കും. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എന്ത് തീരുമാനിക്കുന്നോ അതായിരിക്കും അതിൻ്റെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത്. ഇതാണ് 6ാമത്തെ പോയിന്റ്. അടുത്തതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ കുറേ ഓൾ ഇന്ത്യ സർവീസസിലുള്ള ഓഫീസേഴ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ IAS ഓഫീസേഴ്സ്, IPS ഓഫീസേഴ്സ്, ഇവരൊക്കെ നമ്മുടെ സ്റ്റേറ്റിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സെർവൻസ് ആയിട്ട് നമ്മുടെ സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എതിരെ ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കാനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനില്ല. അതായത് ഇവരുടെ മുകളിൽ എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും ആക്ഷൻ എടുക്കുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ആക്ഷൻ എടുക്കാനുള്ള അധികാരം ഇല്ല. അതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് നമ്മുടെ യൂണിറ്ററി ഫീച്ചേഴ്സിനകത്ത് ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ യൂണിറ്ററി ഫീച്ചേഴ്സും ഫെഡറൽ ഫീച്ചേഴ്സും നല്ലപോലെ തന്നെ നോക്കി വെച്ചേക്കുക. ഇത് എക്സാംസിനൊക്കെ പലതവണ essay ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്നത് കോൺഫ്ലിക്ട്സ് ഇൻ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം. നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയൊക്കെയാണ് കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്ക്.
അപ്പോൾ അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റേറ്റ് കോൺഫ്ലിക്റ്റുകളാണ്. അതായത് സെൻറ്ററും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നു. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ പല ടൈപ്പിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നുണ്ട്. അതാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അടുത്ത പോയിൻ്റാണ് ഡിമാൻഡ് ഫോർ ഓട്ടോണമി. ഓട്ടോണമി എന്ന് പറഞ്ഞാൽ സ്വയംഭരണാധികാരം. അതായത് ചില സ്റ്റേറ്റുകൾ അവർക്ക് കൂടുതൽ ഫിനാൻഷ്യൽ പവേഴ്സ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് വേണമെന്ന് പറയും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡിമാൻഡ് ഫോർ ഓട്ടോണമി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റുകൾ ഇങ്ങനെ ഒരുപാട് പവേഴ്സിന് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്യുമ്പോൾ അവിടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാകും, അൺറെസ്റ്റ് ഉണ്ടാവും. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് റോൾ ഓഫ് ഗവർണർ. അതായത് നമ്മുടെ ഗവർണറിൻ്റെ റോൾ അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ റൂള്. അതായത് നമ്മുടെ ഗവർണറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻറ്റാണ് ഗവർണർ. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഡിസ്മിസ് ചെയ്യാൻ സെൻട്രൽ ഗവൺമെൻറ്റിനോട് റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം ഗവർണർക്കുണ്ട്. അപ്പോൾ അങ്ങനെയും നമ്മുടെ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിൽ കോൺഫ്ലിക്ട്സ്, വഴക്കുകളും ഉണ്ടാകും. അതാണ് മൂന്നാമത്തെ പോയിന്റ്. അടുത്തതെന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ ന്യൂ സ്റ്റേറ്റ്സ്. അതായത് പുതിയ സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞുള്ള ഡിമാൻഡ്സ്. സ്റ്റേറ്റ്സ് ആർ ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ്. നമുക്കറിയാം ലാംഗ്വേജിൻ്റെ ബേസിലാണ് നമ്മളുടെ സ്റ്റേറ്റുകളെല്ലാം ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ സ്റ്റേറ്റുകൾക്കുള്ളിൽ തന്നെ പല ലാംഗ്വേജസ് സംസാരിക്കുന്ന റീജിയൻസ് കാണും, പല സ്ഥലങ്ങൾ കാണും. അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ പുതിയൊരു സ്റ്റേറ്റ് വേണം, അവർക്ക് മാത്രമായിട്ടൊരു സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് സ്ട്രഗിൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡിമാൻഡ് ഫോർ ന്യൂ സ്റ്റേറ്റ്സ് എന്നൊരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ എക്സാമ്പിളാണ് തെലങ്കാന ഇഷ്യൂ, പിന്നെ ആസാമിലെ ബോഡോലാൻഡ് ഇഷ്യൂ, ഇതൊക്കെ എക്സാമ്പിളാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇൻ്റർ സ്റ്റേറ്റ് കോൺഫ്ലിക്റ്റ്. അതായത് നമ്മളിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള കോൺഫ്ലിക്ട്സിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റുകൾ തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് ആണ്. അതിൽ ഉൾപ്പെടുന്നത് ഒന്നാമത്തെ ബോർഡർ ഡിസ്പ്യൂട്ട്. അതായത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ബോർഡറിനെ ചൊല്ലിയുള്ള ഡിസ്പ്യൂട്ട്സ്, വഴക്കുകൾ. അതിൽ എക്സാമ്പിളാണ് മണിപ്പൂരും നാഗാലാൻഡും. രണ്ടാമത് വരുന്നതെന്ന് വെച്ചാൽ റിവർ വാട്ടർ ഡിസ്പ്യൂട്ട്. ഇപ്പോൾ രണ്ട് സ്റ്റേറ്റിലൂടെ ഒഴുകുന്ന റിവേഴ്സ് കാണും. അപ്പോൾ ആ റിവേഴ്സിൻ്റെ വെള്ളത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ ചൊല്ലി വഴക്കുകളുണ്ടാകും. അതാണ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് എന്ന പോയിന്റ് കൊണ്ട് പറയുന്നത്. അതിൽ എക്സാമ്പിളാണ് തമിഴ്നാടും കർണാടകവും തമ്മിലുള്ള കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിൽ ഉണ്ടാകാവുന്ന കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത്. ഇനിയെന്ന് പറഞ്ഞാൽ ചില സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ്. അതായത് ചില സ്പെഷ്യൽ അധികാരങ്ങൾ ചില സ്റ്റേറ്റിന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ആർട്ടിക്കിൾ 371 പ്രകാരം ഹിമാചൽ പ്രദേശ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, ഗോവ, മഹാരാഷ്ട്ര, സിക്കിം തുടങ്ങിയ സ്റ്റേറ്റുകൾക്ക് ചില സ്പെഷ്യൽ അധികാരങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു ആൻഡ് കാശ്മീരിനും ഇതേ സ്പെഷ്യൽ പവേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അതിപ്പോൾ നമ്മുടെ നരേന്ദ്രമോദി ഗവൺമെൻറ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള റിലേഷൻ ഒന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടി, ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തൊരു കമ്മീഷനുണ്ട്. ആ കമ്മീഷൻ്റെ പേരാണ് സർക്കാരിയ കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ വാസ് അപ്പോയിൻറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ടു സ്റ്റഡി സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ. അപ്പോൾ ഇതൊരു വൺ വേർഡായിട്ട് എക്സാംസിനൊക്കെ ചോദിക്കും, ആണത് നോക്കി വെച്ചേക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ചെറിയ ചാപ്റ്ററാണ്. ഇനിയും കൂടുതൽ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിൽ നിന്ന് പോയിൻറ്റ്സ് ഒക്കെ എഴുതിയെടുത്ത് പഠിക്കാം. കൂടാതെ ചാനലിൽ പുതിയ ആളുകളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ടേക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, സജഷൻസും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ടാറ്റ ബൈ, താങ്ക് യു.